സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അതിലൊന്നാമത്തേത് റവാത്തിബ് സുന്നത്തുകളാണ്. റവാത്തിബ് സുന്നത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സുബഹി നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. അതുപോലെ ദുഹർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത്, ദുഹർ നിസ്കാരത്തിന് ശേഷം 4, അസ്ർ നിസ്കാരത്തിൻ്റെ മുമ്പ് 4, അതുപോലെ മഗ്‌രിബിന് മുമ്പ് 2, മഗ്‌രിബിന് ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2, ഇശാഇന്റെ ശേഷം 2. ഇതിൽ ഏറ്റവും മുഅക്കദായ ശക്തി ആർജിച്ച 10 റക്അത്ത് നമസ്കാരങ്ങളുണ്ട്. അതൊന്ന് സുബഹിക്ക് മുമ്പ് 2, ദുഹറിന്റെ മുമ്പ് 2, ദുഹറിന് ശേഷം 2, മഗ്‌രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. 10. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ 12 റക്അത്ത് പതിവാക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരം നരകത്തിനു മേൽ ഹറാമാണ് എന്ന് കാണാം. 12 റക്അത്ത് പതിവായി നിസ്കരിക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരം നരകത്തിനു മേൽ ഹറാമാണ് എന്ന്. അതിന് വിശദീകരണമായി മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതിയപ്പോൾ ദുഹറിന്റെ മുമ്പുള്ള 2 പകരം 4 സുബഹിയുടെ മുമ്പ് 2, ദുഹറിന്റെ മുമ്പ് 4, ദുഹറിന്റെ ശേഷം 2, പിന്നെ മഗ്‌രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. അങ്ങനെ 12 റക്അത്തുകൾ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ വിശദീകരണം എഴുതിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് 1. 33 ഇനം സുന്നത്ത് നിസ്കാരങ്ങളിൽ ഒരു ഇനം റവാത്തിബുകളാണ്. ഫർദിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത്. അപ്പൊ ഇതിൽ മുഅക്കദായ സുന്നത്തുകളെങ്കിലും നമ്മൾ നിർവഹിക്കണം. സുബഹിക്ക് മുമ്പുള്ള 2, ദുഹറിന്റെ മുമ്പുള്ള 2, ദുഹറിന് ശേഷമുള്ള 2, മഗ്‌രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. ഇതിനേക്കാളൊക്കെ മേലെയാണ് 3 റക്അത്ത് മറ്റൊരു നിസ്കാരം വേണ്ടത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഒരു ദിവസം നമ്മൾ നിർവഹിക്കുന്ന എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠം വിത്തർ നമസ്കാരങ്ങൾ. 1 റക്അത്ത് വിത്തറിന് 2 റക്അത്ത് തഹജ്ജുദിനേക്കാൾ കൂലിയുണ്ടെന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ഫത്വയിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് വിത്തർ. അപ്പൊ നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. രണ്ടാമത്തെ നിസ്കാരം ദുഹാ നിസ്കാരമാണ്. ദുഹാ നിസ്കാരത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. 12 റക്അത്താണ്. അത് കൂടുതലായി നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. ചില ഇബാദത്തുകൾക്ക് കൂടുതൽ ചെയ്യുന്നതിനേക്കാൾ പുണ്യം കുറച്ച് ചെയ്യുന്നതിലായി. അതിൽപ്പെട്ടതാണ് ദുഹാ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്വയിൽ തന്നിട്ടുണ്ട്. അപ്പൊ നബിതങ്ങൾ 12 റക്അത്ത് ദുഹാ നിസ്കരിച്ചു ഹദീസിൽ കാണാം. 8 റക്അത്ത് ദുഹാ നിസ്കരിച്ചു എന്നും കാണാം. 12 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസിനേക്കാൾ ബലം നൽകുന്ന ഹദീസാണ് 8 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ്. അതുകൊണ്ട് ദുഹായുടെ കാര്യത്തിൽ 12 നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് 8 റക്അത്ത് നിസ്കരിക്കുന്നതാണ് എന്ന് ഫുഖഹാ രേഖപ്പെടുത്തുന്നു. അപ്പൊ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ 6:02 ഉദയമെങ്കിൽ 6:22 ആകുമ്പോൾ ദുഹായുടെ സമയം ആരംഭിച്ചു. ആദ്യത്തെ ആ ഒരു 2-3 മിനിറ്റ് ഇശ്റാഖ് കൂടി നിസ്കരിക്കാനുള്ള സമയമാണ്. അപ്പൊ ഇശ്റാഖും ദുഹായും വേണമെങ്കിൽ ഒന്നിച്ച് നിസ്കരിക്കാം. ആദ്യത്തെ ആ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ
ദുഹായുടെ സമയം മാത്രമാണ്. ദുഹായുടെ സമയം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ മധ്യത്തിൽ നിന്ന് സൂര്യൻ തെറ്റുന്നത് വരെ ആ ദുഹായുടെ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു നമസ്കാരമാണ് ദുഹ. രാവിലെ ഒരു 9 മണിയാവുമ്പോൾ അതിൻ്റെ നല്ല മുഹൂർത്തമായി. രാവിലെ 9 മണിയാവുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്താറായ സമയമായി. ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കേണ്ടതാണ് സൂറത്തുൽ ദുഹ. പശംസിയാണ് ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത്, ദുഹയാണ് രണ്ടാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. അല്ലെങ്കിൽ കുല്യായുൽ കാഫിറൂനും ഇഖ്ലാസും ഓതി നിസ്കരിക്കാം. രണ്ടും കൂടി ഒന്നാമത്തേതിൽ വശംസി, രണ്ടാമത്തേതിൽ കാഫിറൂന. ഒന്നാമത്തേതിൽ വശംസി, രണ്ടാമത്തെ സൂറത്തായിട്ട് കാഫിറൂന. രണ്ടാമത്തെ റക്അത്തിൽ ദുഹ, അതിനോടൊപ്പം തന്നെ ഇഖ്ലാസ്. ഇങ്ങനെ ഒരുമിച്ചും പദം, അതാണ് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ നിസ്കാരം തഹിയ്യത്ത് നിസ്കാരമാണ്. പള്ളിയിൽ കയറിയാൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹിയ്യത്ത്. പലപ്പോഴും നമുക്ക് അറിയാവുന്നതാണ്. ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അത് നിർവഹിക്കണം. ഇരുന്നു പോയാൽ അതിൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു കൊടുക്കും എന്ന് കരുതി ഒരാൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്നു എന്നത് ഇതിൽ പെടുകയില്ല. അല്ലെങ്കിൽ കയറി വരുന്ന സമയത്ത് ഒരാൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാൻ ആസ്പദമായ ആയത്ത് പാരായണം ചെയ്ത് കേട്ടപ്പോൾ ഉടനെ അത് നിർവഹിച്ചു എന്നതുകൊണ്ടൊന്നും തഹിയ്യത്ത് നഷ്ടപ്പെടുകയില്ല. അതിനെ അവഗണിച്ചു എന്ന് വരുന്ന വിധത്തിൽ ഉണ്ടാകാൻ പാടില്ല. തഹിയ്യത്ത് നിസ്കാരം 2 റക്അത്താണ്. ഇനി പറഞ്ഞ് സുന്നത്ത് നിസ്കരിക്കാൻ, തഹിയ്യത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കാൻ പോകുന്ന ഫർദിനോടൊപ്പം വേണമെങ്കിലും കരുതാം. ദുഹറാണെങ്കിലും മഗ്രിബാണെങ്കിലും സുബ്ഹിയാണെങ്കിലും ഒക്കെ തഹിയ്യത്തിനോടൊപ്പം ദുഹർ നിസ്കാരം സലാം വീട്ടിയാൽ 2 റക്അത്തിൽ സലാം വീട്ടിയാൽ പിന്നെ തഹിയ്യത്തില്ല. സലാം വീട്ടാതെ നിർവഹിക്കുകയാണെങ്കിൽ പരമാവധി 4 വരെ നിർവഹിക്കുകയും ചെയ്യാം. അപ്പൊ സുബ്ഹിയോടൊപ്പം കരുതാം, ദുഹറിനോടൊപ്പം കരുതാം, മഗ്രിബിനോടൊപ്പം കരുതാം. കരുതിയാൽ അതിന്റെ കൂലി കൂടി നമുക്ക് കിട്ടും. കരുതിയില്ലെങ്കിൽ കൂലി നമുക്ക് കിട്ടൂല. ഇതാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഏതായിരുന്നാലും കറാഹത്താണ്, ഒഴിവാക്കുക എന്നത്. തഹിയ്യത്ത് നിസ്കരിക്കാതെ ജുമുഅക്ക് വന്നിട്ട് പള്ളിയിൽ ഇരിക്കുന്ന ആളോട് നബിതങ്ങൾ തഹിയ്യത്ത് നിസ്കരിച്ചോ എന്ന് ജുമുഅയിൽ ചോദിച്ച ഒരു ചോദ്യം ഇതിൽ നമുക്ക് കാണാം. സുബഹിന്റെ ആദ്യത്തെ തഹിയ്യത്ത് നിസ്കരിക്കണം. ഇതിനെ ഒരുമിച്ച് നിർവഹിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. വുദൂഇന്റെ 2 റക്അത്തും തഹിയ്യത്തും കൂടി ഒരുമിച്ച് നിർവഹിക്കാം. അതല്ലെങ്കിൽ തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് വുദൂഇന്റെ നിർവഹിക്കാം. വുദൂഇന്റെ ആ വെള്ളം വറ്റുന്നത് വരെ അതിന് സമയമില്ല. ഒരഭിപ്രായം അനുസരിച്ച് ആ വുദൂ മുറിയുന്നത് വരെ സമയമില്ല. അപ്പോ തഹിയ്യത്ത് നിസ്കാരമാണ് രണ്ടാമത്തേത്. തഹിയ്യത്തിന് പറ്റാത്ത ആളുകൾ നമ്മൾ പറഞ്ഞല്ലോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് 4 പ്രാവശ്യം ചൊല്ലാം. എന്നാൽ അടിസ്ഥാന കൂലി കിട്ടും. തവാഫ് കഴിച്ച് ഹറമിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് തഹിയ്യത്ത് നിസ്കാരം സുന്നത്തില്ല. ഖതീബ് പള്ളിയിൽ കയറുമ്പോഴും തഹിയ്യത്ത് സുന്നത്തില്ല. ഓതാൻ വേണ്ടി ഖതീബ് വരുമല്ലോ, കറാഹത്താണ് ആ സമയത്ത് തഹിയ്യത്ത് നിസ്കരിക്കാൻ. ഖുതുബ ശ്രദ്ധിക്കുക. അത് ഓഡിയൻസിന്റെ കാര്യം പറഞ്ഞത്, ഓഡിയൻസിന്റെ കാര്യമാണ് ചോദിച്ചല്ലേ. ഓഡിയൻസിന് തഹിയ്യത്ത് മാത്രമേ ഉള്ളൂ, അല്ലാത്തൊന്നുമില്ല. ഖുതുബയിലേക്ക് മിമ്പറിലേക്ക് ഖതീബ് കയറിയതിന് ശേഷം പള്ളിയിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തഹിയ്യത്ത് മാത്രമേ ഉള്ളൂ, അല്ലാത്ത ഒരു നിസ്കാരവും ഇല്ല. തഹിയ്യത്ത് ഖുതുബയ്ക്ക് വേണ്ടി
മിമ്പറയിൽ കയറിയാലും ജനങ്ങൾ നിസ്കരിക്കണം എന്നർത്ഥം. സുബഹി ഖളാ ആയ ഒരാളാണെങ്കിൽ സുബഹി പോലും ഖളാ കൂട്ടാൻ പാടില്ല. തഹിയ്യത്തല്ലാത്ത മിമ്പറയിലേക്ക് സത്യം കയറിയതിനു ശേഷം തഹിയ്യത്തല്ലാത്ത വേറെ ഒരു നിസ്കാരവും നിർവഹിക്കാൻ പാടില്ല. വേണമെങ്കിൽ ആ തഹിയ്യത്തിനോടൊപ്പം അയാൾക്ക് എന്ത് ചെയ്യാം, സുബഹിയെ ഖളാ കൂട്ടാം, അത് വേറെ വിഷയം. തഹിയ്യത്ത് അല്ലാതെ ഒരു നിസ്കാരം അവിടെ നിർവഹിക്കുക. അപ്പോൾ അതാണ് നാലാമത്തെ നിസ്കാരം, സ്വലാത്തുൽ ഇസ്തിഖാറ, ഖൈറിനെ തേടുന്ന നിസ്കാരം. ഖൈറിനെ തേടുന്ന നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും ഒരു നന്മ ഉദ്ദേശിക്കുന്നു. ഈ പ്രാവശ്യം ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ പോയാലെന്താ അത് ഗുണപ്പെടുവോ? ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്നതിൽ ഖൈറുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നിർവഹിക്കുന്ന നിസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. നമ്മൾ വേണോ വേണ്ടേ എന്നിങ്ങനെ ശങ്കിച്ചു നിൽക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെയും മുമ്പിൽ ഖൈറിനെ തേടിയുള്ള 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് നിസ്കരിക്കാം. ആ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ നമുക്കൊരു പോയിന്റ് മനസ്സിൽ ഒഴിച്ച് വരും, പോകണം, നല്ലത്, അല്ലെങ്കിൽ ഇപ്പൊ പോകണ്ട, ഉമ്മ രോഗിയായി കളിക്കല്ലേ, നീ അതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യം. അപ്പൊ നമ്മളെ മനസ്സിൽ അതിൻ്റെ ഒരു റിസൾട്ട് അല്ലാഹു തആല, അതാണ് ഖൈറിനെ തേടുന്ന 2 റക്അത്ത് നിസ്കാരം, സുന്നത്താണ്. ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം എന്നും പറയും. അതുപോലെ സ്വലാത്തുൽ അവ്വാബീൻ, സ്വലാത്തുൽ അവ്വാബീൻ ഇതാണ് 5ാമത്തെ സുന്നത്ത് നിസ്കാരം, സ്വലാത്തുൽ അവ്വാബീൻ. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിർവഹിക്കുന്ന നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബീൻ, ആരാധകരുടെ നിസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. പൂർണ്ണമായി നിസ്കരിക്കുകയാണെങ്കിൽ 20 റക്അത്ത് നിർവഹിക്കാനുണ്ട്. 6 എന്നും 8 എന്നും ഹദീസുകളിൽ വന്നതായിട്ട് നമുക്ക് കാണാം. ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. 3ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2ാമത്തെ റക്അത്തിൽ ഇദാ ജാഅ നസ്റുല്ലാഹി, പിന്നെ തബ്ബത്ത് അല്ലാഹു അലൈഹി ഫലഖ് നാസ്. ഇങ്ങനെയാണ് ആ നിസ്കാരത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ 6ാമത്തെ നിസ്കാരം തഹജ്ജുദ് നിസ്കാരം. അതറിയാലോ, രാത്രിയിൽ സുബ്ഹിയുടെ മുമ്പായി ഇശാ നിസ്കരിച്ചിട്ട് ഒരാൾ ഉറങ്ങിയാൽ അദ്ദേഹത്തിന് നിർവഹിക്കാനുള്ളതാണ് ഇശാ നിസ്കാരം. അതിന്റെ എണ്ണങ്ങൾക്ക്, അതിന്റെ റക്അത്തിന്റെ എണ്ണത്തിന് പരിധിയില്ല, എത്രയും നിസ്കരിക്കാം. പതിവായി ചെയ്യുന്ന ആളുകൾക്ക് അത് ഒഴിവാക്കൽ കറാഹത്താണ്. എല്ലാ രാത്രിയിലും മുഴുവനായി നിസ്കരിക്കുക, അത് ശരീരത്തെ ബുദ്ധിമുട്ടിക്കലാണ്, അത് പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾക്ക് മുന്നോടിയായി 2 റക്അത്ത് നിസ്കാരമാണ്, അതാണ് പറയാൻ പോകുന്നത്. ഇഹ്റാമിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമുക്ക് പരിചയമുണ്ട്. യാത്രയുടെ മുമ്പും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. യാത്രക്ക് പോകണം നമ്മൾ എങ്കിൽ അവിടെ ഒരു 2 റക്അത്ത് നിസ്കരിക്കുക. അതുപോലെ ഒരാൾ വധിക്കപ്പെടാൻ പോവുകയാണ്, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അയാൾ വധിക്കപ്പെടാൻ വിളിക്കപ്പെട്ടു, എന്ത് ചെയ്യാം? 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ പോയപ്പോൾ അവസാനമായി അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പെട്ടെന്ന് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ പടച്ച റബ്ബിനോടുള്ള അഭിസംബോധന ചെയ്ത് എനിക്ക് മടുത്തിട്ടല്ല ഞാൻ വന്നത്. ഞാൻ കൂടുതൽ ദീർഘിച്ച് നിസ്കരിച്ചാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? ഓൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് പെട്ട് ഇപ്പൊ കണ്ടില്ല, നിസ്കരിച്ചേണ്ട സമയം കളയുന്നത്. അത് നിങ്ങൾ എന്നെ കുറിച്ച് പറയോ എന്ന് പേടിച്ചിട്ടാണ് പെട്ടെന്ന് നിർവഹിച്ചിട്ട് ഞാൻ വന്നത്.
ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത് നല്ല ശരിയാണ്. അങ്ങനെ നബി തങ്ങളുടെ ആ അംഗീകാരത്തോടുകൂടെയാണ് വധിക്കപ്പെടാൻ പോകുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഇസ്ലാം അംഗീകരിക്കുന്നത്. അത് സുന്നത്താണ്. അതുപോലെ നിക്കാഹിന് മുമ്പായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർവഹിക്കാൻ കിട്ടുന്ന ഒരു സുന്നത്തായിരിക്കും അല്ലേ? 2 പെണ്ണിട്ടേ പോലെ എന്നൊക്കെ ചോദ്യമുണ്ട്. പറഞ്ഞു ചൊല്ലി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിക്കാഹിന്റെ മുമ്പിൽ വലിയും വേണം നിർവഹിക്കുക, അതുപോലെ ഭർത്താവും വേണം നിർവഹിക്കുക. പള്ളിയിൽ നിക്കാഹാകുമ്പോഴേ അതൊക്കെ നടക്കുള്ളൂ. ഓഡിറ്റോറിയത്തിൽ നിക്കായാലും നിസ്കരിക്കാൻ പോകും ഒന്നും നടക്കുമല്ലോ. പള്ളിയിലായാലും 2 റക്അത്ത്, പള്ളിയിലായിട്ടും കാര്യമില്ല, അതിനെക്കുറിച്ച് വർഷമില്ലാത്ത ആൾക്കാർ ഉണ്ട്. അപ്പൊ നിക്കാഹിന്റെ മുമ്പായി 2 റക്അത്ത് സുന്നത്ത് നിർവഹിക്കുക, നിസ്കരിക്കുക. പക്ഷെ അതെല്ലാം ചാൻസ് ഇല്ല, ഒരു അവസരം കിട്ടില്ലല്ലോ. കിട്ടുന്നൊക്കെ പോരാ. പള്ളിയിലാവുമ്പോൾ പിന്നെ എല്ലാവരും ഒന്നൊക്കെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഒരു 2 റക്അത്ത് നിസ്കരിച്ചു. ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ പറയുന്നു. വലിയ 2 റക്അത്ത് നിസ്കരിക്കണം, ഭർത്താവായ 2 റക്അത്ത് നിസ്കരിക്കണം സുന്നത്താണ്. ജീവിതത്തിൽ കൂടുതൽ ആവർത്തിക്കപ്പെടാത്ത ഒരു സുന്നത്ത് നിസ്കാരം വേണം. അതുപോലെ ആവശ്യം വീടാൻ വേണ്ടിയുള്ള നിസ്കാരം. നേരത്തെ നമ്മൾ ഖൈറത്തുള്ള നിസ്കാരം പറയുന്നത് ആവശ്യം വീടാൻ വേണ്ടിയുള്ള നിസ്കാരം, എന്തെങ്കിലും ആവശ്യങ്ങൾ നിർവഹിച്ച് കിട്ടാൻ വേണ്ടി. നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുകയും ഖുർആൻ പറയുന്നത്. അപ്പൊ എൻ്റെ ഇന്നാലിൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കാൻ തീരുമാനിച്ചു. ഖുതുബിയത്തിന്റെ മുന്നോടിയായി 12 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. ഈ നിസ്കാരമാണ് ഖളാവത്തിന്റെ നിസ്കാരം. അതുപോലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. യാത്രയുടെ ആവശ്യമല്ലാതെ ആണെങ്കിലും ശരി, വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്, എന്നാൽ 2 റക്അത്ത് നിസ്കരിച്ചു. ഒരു വലിയ യാത്രക്ക് വേണ്ടിയൊന്നുമല്ല, എന്നാൽ പോലും സുന്നത്താണ്. താഴെ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾക്ക് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ മുൻപായി. ഇനി പറയാൻ പോകുന്നതെല്ലാം ശേഷം. ഉദാഹരണം, തവാഫ് നിർവഹിച്ചതിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. ഇബ്രാഹിം മഖാമിനെ മുമ്പിലാക്കിയിട്ട് 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കണം തവാഫിന് ശേഷം. ആരാധനയും ആദരവും ഒരുമിച്ച് വരുന്ന ഒരു ഘട്ടമാണ്. കഅബയുടെ മുമ്പിലുണ്ട്, അതിന് ശേഷം ഇബ്രാഹിം മഖാം, ഇബ്രാഹിം നബിയുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പാറക്കല്ലാണ് അതിൻ്റെ ഉള്ളിൽ. അതുമാണ് മുമ്പിലാക്കുക, കഅബയുമാണ് മുമ്പിലാക്കുക. അതാണ് ആദരവും ആരാധനയും ഒന്നിച്ച് പറയുന്നത്. ആദരവും ആരാധനയും ഒന്നിച്ച് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട്. ആരാധന മാത്രമല്ല, ആദരവും കൂടി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് വേണ്ടി നിർവഹിക്കുന്ന ആരാധന ചില വസ്തുക്കൾക്ക്, ചില വ്യക്തികൾക്ക്, ചില സമയങ്ങൾക്കുള്ള റെസ്പെക്ട് കൂടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. വിശദമായി പറയുന്നില്ല. ഏതായിരുന്നാലും തവാഫിന്റെ ശേഷം വുദൂഅെടുത്തതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. ഖുർആൻ മനഃപ്പാഠമാക്കിയതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയതിന്റെ പേരിൽ 2 റക്അത്ത് നിസ്കരിക്കുക. അതുപോലെ സൂര്യൻ ഉദിച്ചു വന്നു, സൂര്യന്റെ ഉദയം, സൂര്യന്റെ ഉദയത്തിന് ശേഷം 2 റക്അത്ത് നിസ്കാരം. വനുസൂലി മുസാഫിരിൻ മൻസിലിൽ, യാത്രക്കാരൻ വീട്ടിൽ വന്നണഞ്ഞു, 2 റക്അത്ത് നിസ്കാരം സുന്നത്താണ്. വീട്ടിൽ വന്നു. ഇനി വീട്ടിൽ വന്നില്ല, യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്, എന്നാലും 2 റക്അത്ത് നിസ്കരിക്കുക. പള്ളിയിൽ വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ആദ്യം പള്ളിയിൽ വന്നത്
പള്ളിയിൽ 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരം, യാത്ര കഴിഞ്ഞ് വന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ച പിന്നെ വീട്ടിൽ നിസ്കരിക്കാൻ സുന്നത്തില്ല. അതുപോലെ വീട്ടിൽ കയറി വരുമ്പോഴെല്ലാം 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ഇതിനാണ് വീട്ടിൽ ഒരു നിസ്കരിക്കാനുള്ള ഒരു ആള് വേണം എന്ന് പറയുന്നത്. നിസ്കരിക്കാനുള്ള മുസല്ലയും പൊതുണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാത്ത വീടുകളിൽ ഇതൊക്കെ ക്രിയേറ്റീവ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ നിർവഹിക്കും. അതുപോലെ ഹമ്മാം ബാത്റൂമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. മധ്യത്തിൽ നിന്ന് സൂര്യൻ നീങ്ങുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ആദ്യ രാത്രി ഭാര്യയും ഭർത്താവും ആദ്യ രാത്രി ആരംഭിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഭാര്യയും ഭർത്താവും 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ഇത് 2 പേർക്കുണ്ട്, ഭാര്യക്കുണ്ട് ഭർത്താവിനാണ്. തൗബയുടെ മുമ്പും തൗബയുടെ ശേഷവും 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. തൗബ ചെയ്യാൻ പോവാ എങ്ങനെയാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക? തൗബ ചെയ്തതിന് ശേഷവും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം സുന്നത്താണ്. അല്ലാഹുവിനെ ആരാധിക്കപ്പെടാത്ത ഒരു ഭൂമിയിലെത്തിയാലും അവിടെ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ആ പള്ളിയിൽ ആ ഭൂമിയിൽ അങ്ങനെ ഒരു ആരാധന നടക്കുന്നില്ല എങ്കിലും 2 റക്അത്ത് അവിടെ നിസ്കരിക്കാം. നേരത്തെ സഞ്ചരിച്ചിട്ടില്ലാത്ത ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. പിന്നെ സ്വലാത്തുൽ തസ്ബീഹ് ഇതെല്ലാവർക്കും അറിയാം. 4 റക്അത്തുള്ള 300 തസ്ബീഹുകൾ അടങ്ങുന്ന തസ്ബീഹ് നിസ്കാരം. അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല. സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം ഏതാണ്? അത് വലിയ പെരുന്നാൾ നിസ്കാരം ഒന്ന്, പിന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരം, പിന്നെ സൂര്യഗ്രഹണ നിസ്കാരം, ചന്ദ്രഗ്രഹണ നിസ്കാരം, മഴയത്തോടുന്ന നിസ്കാരം, പിന്നെ വിത്തർ നിസ്കാരം. അതിനുശേഷമാണ് റക്അത്ത് ഫജ്ർ. അപ്പൊ നമ്മൾ പരിചയപ്പെടാതെ പോയ നിസ്കാരമാണ് വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം, മഴയത്തോടുന്ന നിസ്കാരം, വിത്തർ നിസ്കാരം. വിത്തർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഫജ്ർ നിസ്കാരത്തിന്റെ സുന്നത്തിന്റെ കൂലി. അപ്പൊ ബഖിയത്തുർ റവാത്തിബ്, പിന്നെ ബാക്കിയുള്ള റവാത്തിബുകളെല്ലാം ദൂരമുള്ളത് ശേഷമുള്ളത്. വത്തറാവീഹു, പിന്നെയാണ് തറാവീഹ് നിസ്കാരം. വദ്ദുഹ, പിന്നെയാണ് ദുഹയുടെ പ്രതിഫലം. ഫമാ തഅല്ലഖ ബിഫിഅലിൻ, പിന്നെ ഒരു പ്രവൃത്തിക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഏതുപോലെ റക്അത്തൈ തവാഫി വത്തഹിയ്യ, പിന്നീട് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത്, പള്ളിയിൽ പ്രവേശിച്ചാൽ നിസ്കരിക്കുന്ന 2 റക്അത്ത്, ഇഹ്റാമിന്റെ ശേഷമുള്ള 2 റക്അത്ത്, പിന്നീട് വുദൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത്. ഫമാ തഅല്ലഖ ബിഗൈരി ഫീലിൻ, ഒരു പ്രവൃത്തിയൊന്നും കൂടാതെ ബന്ധപ്പെട്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാണ് പിന്നീട് ഏതുപോലെ സുന്നത്തി സവാൽ, മധ്യത്തിൽ നിന്ന് സൂര്യൻ നീങ്ങുമ്പോഴുള്ള സുന്നത്ത് നിസ്കാരം. ഇത് നമ്മൾ പരാമർശിക്കാതെ പോയ മറ്റൊരു സുന്നത്താണ്. സൂര്യൻ മധ്യത്തിൽ നിൽക്കുമ്പോ സൂര്യന്റെ ഭ്രമണപഥത്തിലൂടെ കറക്റ്റായി സഞ്ചരിക്കുന്ന സഞ്ചാരമാണെങ്കിൽ ഒരു കോല് ഭൂമിയിൽ കുത്തിയാൽ ആ കമ്പനി പോലും നേരിടാവില്ല. സൂര്യന് 2 രൂപത്തിലുള്ള സഞ്ചാരമുണ്ട്. ഒന്ന് നേരെ മധ്യത്തിലൂടെയുള്ള സഞ്ചാരമുണ്ട്, മധ്യത്തിൽ നിന്ന് ഡിഗ്രി തെറ്റിയുള്ള സഞ്ചാരമുണ്ട്. അപ്പൊ ചില ഡിഗ്രി, അല്പം ഡിഗ്രി തെറ്റിയിട്ടുള്ള സഞ്ചാരമാണെങ്കിൽ, മധ്യത്തിലാണെങ്കിലും ഈ തെറ്റിയതിൻ്റെ ഒരു നേരുണ്ടാവും. മധ്യത്തിലൂടെയുള്ള സഞ്ചാരമാണെങ്കിൽ ഒരു നേരം ഉണ്ടാവില്ല. അങ്ങനെ വെച്ചാൽ ഒന്നും കാണില്ല, കാരണം ആ നേര് അവിടെ തന്നെ അവസാനിച്ചിട്ടുണ്ടാവില്ല. അത് മധ്യത്തിൽ നിന്ന് അങ്ങ് തെറ്റിക്കഴിഞ്ഞാൽ ചെറിയൊരു നേര് വരാൻ തുടങ്ങിയ ദുഹറായി, അപ്പോഴാണ് സവാലിന്റെ ഉണ്ടാക്കുക. അഥവാ ബാങ്ക് കൊടുത്ത ഉടനെ സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ദുഹറിന്റെ സുന്നത്തിനോടൊപ്പം സവാലിന്റെ സുന്നത്ത് കൂടി കരുതുന്നു എന്ന് നിയത്ത് ചെയ്യാം. അപ്പോൾ 2 റക്അത്തിന് 4 റക്അത്തുകൾ കൂടി.
അപ്പൊ പള്ളിയിൽ ബാങ്ക് കൊടുത്ത ഉടനെ ഒതുണ്ടാക്കി പള്ളിയിൽ കയറി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 4 നിസ്കാരത്തിനുള്ള ഗ്യാപ്പുണ്ട്. ഒന്ന് ഉദോയിന്റെ 2 റക്അത്ത്, തഹിയ്യത്തിന് 2 റക്അത്ത്, ദുഹറിന്റെ 2 റക്അത്ത്, സവാലിന്റെ 2 റക്അത്ത്. അപ്പൊ 2 റക്അത്ത് കൊണ്ട് 4 നിസ്കാരത്തിന്റെ പ്രതിഫലം അവൻ ലഭ്യമാകുകയാണ്. അപ്പൊ ഇത്രയും സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ 33 ഇനം സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞു. സാധാരണയിൽ നാം നിർവഹിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ് വിത്ർ നിസ്കാരം. അത് പരമാവധി 3 റക്അത്ത് തന്നെ ഓരോ ദിവസവും നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. ചുരുങ്ങിയത് 1 റക്അത്തെങ്കിലും നിർവഹിക്കണം. എല്ലാ ദിവസവും 1 പതിവാകൽ കറാത്താണ്. അതിനിടക്കൊക്കെ ഒരു 3 റക്അത്ത്. പലപ്പോഴും 1 റക്അത്തായിരുന്നു വിത്ർ നിസ്കരിച്ചിരുന്നത് എന്ന് നമുക്ക് കേൾക്കാം. പക്ഷേ മഹാനവറുകൾ ആ വിത്റിൽ നിന്ന് സലാം കിട്ടുമ്പോൾ സുബഹി ബാങ്ക് വിളിക്കുമായിരുന്നു. അഥവാ സപ്തം തീർത്തുകൊണ്ട് വിത്ർ നിസ്കരിക്കുന്ന ആളാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് ദുന്നൂറൈനി എന്ന പേര് കിട്ടിയത്. ദുന്നൂറൈനി എന്ന് പറഞ്ഞാൽ 2 പ്രകാശത്തിന്റെ ഉടമ എന്നാണ്. നിസ്കാരമായ പ്രകാശം, ഖുർആൻ മറ്റൊരു പ്രകാശം. ഈ 2 പ്രകാശവും ഒരുപോലെ നിസ്കാരത്തിലൂടെ ഖുർആൻ കൂടി 30 ജുസ്ഉ ഖുർആൻ ഓതിച്ച മഹാൻ. അങ്ങനെ വേറെ സ്വഹാബികളുണ്ട്. വളരെ കൂടുതൽ അത് പതിവായി ചെയ്തിരുന്ന ഒരാളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നിസ്കാരം വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ്. പരമാവധി നിർവഹിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 33 ഇനം സുന്നത്ത് നിസ്കാരങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇൽമിലും തഖ്വയിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. നീ നൽകിയതിലും നൽകാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ റഹ്മാനേ. കാലവർഷത്തിന്റെ കെടുതികളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകുന്ന മരണം ഞങ്ങൾക്ക് നീ നൽകരുതേ റഹ്മാനേ. ഈമാൻ സലാമത്താവുന്ന മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഇബ്ലീസുൽ ലഈനിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു അമലുകൾക്ക് നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه